വിളിക്കാത്തെ? എന്താ വിളിക്കാത്തെ? അത് അങ്കിളിന് കുറച്ച് തിരക്കായി പോയി. അപ്പൊ അങ്കിൾ എന്നെ മറന്നു? ഹേയ് ഇല്ല, മോളെ മറക്കാനോ? അങ്ങനെ അങ്കിള് ശ്രീകുട്ടി മോളെ അങ്കിള് മറക്കോ? പിന്നെന്താ അങ്കിൾ എവിടേക്ക് എന്നെ കാണാൻ വരാത്തെ? അത് മോളെ അങ്കിള് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലോ, അതുപോരെ? അത് പോരാ, അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് വരണം. മോള് വന്നേ. ശ്രീകുട്ടി മോക്ക് അങ്കിൾ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന് കാണണ്ടേ? നോക്കിയേ, അങ്കിൾ എടുത്തു തരാം. ആ നോക്കിയേ, എന്തൊക്കെയാ നോക്കിയേ. ഇതെന്താ? മോളെ ഇത് മുഴുവൻ നല്ല സ്വീറ്റ്സാ. മോളെ അകത്ത് കൊണ്ടുപോയി കഴിക്കേ. ചെല്ലേ. അങ്കിൾ എനിക്ക് എടുത്തു തന്നാ മതി. മോളെ എന്നാ മോളെ അത് എടുക്കും, അങ്കിൾ എടുത്തു തരാം. ഇവിടെ വെച്ച് വേണ്ട, അകത്ത് പോയി കഴിക്കാം. മുത്തശ്ശി, ഇതൊക്കെ അരുണങ്ങള് കൊണ്ടുവന്ന ചോക്ലേറ്റ്സാ. നല്ല ടേസ്റ്റാ. മുത്തശ്ശിക്ക് വേണോ? ഇതൊക്കെ അമ്മയും മോളും തന്നെ കഴിക്കേ, എനിക്ക് വേണ്ട. അതെന്താ, അങ്കിളിനോട് പിണക്കോ? ശ്രീകുട്ടി മിണ്ടാതിരിക്കെ. നീ അപ്പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? മോളെ, മോൾ അപ്പുറത്തേക്ക് പൊക്കോ. ചെന്നേ. മോള് നല്ല മോളല്ലേ, ചെല്ല്. മോള് ചെല്ല്. എന്താ അരുണിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്തുദ്ദേശത്തിലാണ് അരുൺ എന്റെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് വരുന്നേന്നാ ഞാൻ ചോദിച്ചത്. അത് പിന്നെ എന്റെ മോളെ ശ്രീകുട്ടിയെ കാണാൻ. മോളെ കാണാൻ? അതെ, ശ്രീകുട്ടി എന്റെ മോളാ. ആ അവകാശം ഇവിടെ ആർക്കാ നിഷേധിക്കാനാവുക? അവകാശം? ഇത്രയും നാൾ ഈ അവകാശം എവിടെ ആയിരുന്നു? നീ എന്റെ മോളുടെ പിന്നാലെ പ്രേമമാണെന്ന് പറഞ്ഞു നടന്നു. ഒടുവിൽ ഇവളെ വഞ്ചിച്ചു. എന്നിട്ട് നീ എന്താ ചെയ്തേ? സൗകര്യം പോലെ എന്റെ മോളെ നീ അങ്ങ് മറന്നു. പ്രതാപവും സമ്പത്തും ഉള്ളിടത്ത് നിന്ന് നീ വിവാഹവും കഴിച്ചു. ഇപ്പൊ 4 ആൾ അറിയേ ആ ഭാര്യയുമായിട്ട് നീ സുഖമായിട്ട് ജീവിക്കുന്നു. എന്നിട്ടിവിടെ ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ കാണാ മാണിക്യങ്ങളും കൊണ്ട് എന്റെ മോളുടെ കണ്ണിൽ പൊടിയിടാൻ വരിക. ഞാനില്ലാത്ത സമയം നോക്കി നീയാണ് ഇവിടുത്തെ വീട്ടുകാരനല്ലേ? നാട്ടുകാരുടെ മുന്നില് എന്റെ മോളെ മോശക്കാരിയാക്കി. ഞങ്ങള് പാവങ്ങളാ. ഒരു ചതി എന്റെ മോക്ക് പറ്റി. ഇങ്ങനെ പഞ്ചാര വർത്തമാനം പറഞ്ഞു വന്ന് എന്റെ മോളെ ചതിക്കാനാണ് നിന്റെ പ്ലാൻ അല്ലേ? അയ്യോ,
നടക്കില്ല. അതിനി ഈ വീട്ടിൽ നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. അമ്മ അത് നിർത്തടി. നീ ഇവിടെ സംസാരിക്കരുത്. ഇവൻ എന്താ പറയാനുള്ളത് അതാ എനിക്ക് അറിയേണ്ടത്. ഞാനേ പുറത്തിറങ്ങി ഒന്ന് വിളിച്ചാ മതി, അയൽക്കാരൊക്കെ ഓടിയെത്തും. ഇവനെ ഇവിടെ പിടിച്ചു കെട്ടും. അത് വേണോ അതോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇതെന്റെ വീടാ. ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിന്റെ ഈ നമ്പര് എന്റെ മോളുടെ അടുത്ത് ഇനി വേണ്ട. എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ആളെ വിളിച്ചു കൂട്ടണോ അതോ നീ തന്നെ പുറത്തു പോവോ? എന്താ വേണ്ടേ അത് പറയേ. രണ്ടിലൊന്ന് എനിക്കിപ്പോ അറിയണം. അരുൺ പോവാൻ വാ. അരുൺ, ഞാൻ പറയുന്നത് കേൾക്ക. ഒരു പ്രശ്നം വേണ്ട. വാ അരുൺ, വരാൻ. മോള് കണ്ട വിഷമാവും.